ഇനി പാലക്കാടേക്ക് പോകാം. സാജിദ് അജ്മലുണ്ട്. സാജിദ്, പാലക്കാട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങളോ വാഹനങ്ങൾ തടയാനുള്ള ശ്രമങ്ങളോ ഉണ്ടോ? വാഹന ഗതാഗതമൊക്കെ സാധാരണ രീതിയിലാണോ? ഹർത്താൽ അനുകൂലികൾ വാഹനം തടയുകയും ചെയ്തിരുന്നു. കുറച്ചു പേർ മാത്രമായി ഉണ്ടായിരുന്നത്. അവരെ പോലീസ് നിലവിൽ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് സമയങ്ങൾക്ക് ശേഷം വിവിധ സ്ഥലങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഹർത്താൽ കാര്യമായി ജനജീവിതത്തെ ഇതുവരെ ബാധിക്കാത്തൊരു സാഹചര്യമാണ് പാലക്കാട് ജില്ലയിൽ ഉടനീളമുള്ളത്. അപ്പോൾ ചിലയിടങ്ങളിലൊക്കെ പ്രതിഷേധം ഉണ്ടായിരുന്നു. എന്നാൽ കാര്യമായ രീതിയിൽ ഹർത്താൽ പാലക്കാട് ജനങ്ങളെ ബാധിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി കൊല്ലത്തേക്ക് പോകാം. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ലിജോ, കൊല്ലത്ത് എന്താണ് അവസ്ഥ? കൊല്ലത്തും വിവിധയിടങ്ങളിൽ ചെറിയ രീതിയിൽ വാഹനങ്ങളും മറ്റുമൊക്കെ തടയുന്നുണ്ട്. പ്രധാന പ്രശ്നമുണ്ടായത് കൊല്ലം കുന്നം മുളവനയിലായിരുന്നു. ഈ ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. സ്വകാര്യ വാഹനങ്ങളും ഒപ്പം KSRTC ബസ്സുകളും ഒക്കെയാണ് തടഞ്ഞത്. ഇതോടുകൂടി വാഹന ഉടമകളും ഹർത്താൽ അനുകൂലികളും തമ്മിൽ കുറച്ചു സമയം തർക്കങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. കൂടുതൽ പോലീസിനെ ആ സ്ഥലത്തേക്ക് എത്തിക്കുകയും ആ സമരക്കാരെ റോഡിൽ നിന്ന് മാറ്റിയതിനു ശേഷം ചെറിയ രീതിയിൽ ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിടാൻ തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ കാരാളിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്തും വാഹനങ്ങൾ തടഞ്ഞു. പക്ഷെ പോലീസ് എത്തി അവിടവും ഇപ്പോൾ ശാന്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കൊല്ലം KSRTC സ്റ്റാൻഡിൽ രാവിലെ സർവീസ് നടത്താൻ ശ്രമിക്കവേ ചില വാഹനങ്ങൾ തടഞ്ഞു. പക്ഷെ പ്രതിഷേധക്കാർ കുറവായിരുന്നു. പോലീസ് എത്തി അവരെ മാറ്റിയതിനു ശേഷം KSRTC സർവീസുകൾ അവിടെ നിന്ന് ഇപ്പോൾ കൃത്യമായ രീതിയിൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. അല്പസമയത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ സമരാനുകൂലികൾ പ്രകടനം നടത്തുന്നുള്ള ഒരു കാര്യവും അറിയുന്നു. ശരി, വിവരങ്ങളാണ് ലിജോ റോളൻസ് നൽകിയത്.